തുടർച്ചയായ മഴയിൽ മുങ്ങി മുംബൈ നഗരം. വിമാന സർവീസുകൾ താറുമാറായി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. മുംബൈയിൽ റെഡ് അലർട്ട്. ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെ സഹായം തേടുമെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കൊലാപൂർ ജില്ലയിലെ പഞ്ചഗംഗ നദി കരകവിഞ്ഞൊഴുകുകയാണെന്ന് ജില്ലാ അധികൃതർ വ്യക്തമാക്കി. ജില്ലയിലെ രാധാനഗരി അണക്കെട്ടിലെ ജലനിരപ്പ് 92% ഉയർന്നു. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ 81 ചെറിയ അണക്കെട്ടുകൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. താനെ, മുംബൈ എന്നിവിടങ്ങളിലെ ജലവിതരണം നടത്തുന്നതും ജലസേചനം നടത്തുന്നതുമായ 7 തടാകങ്ങളിലെ അണക്കെട്ടുകൾ പകുതിയിലേറെ നിറഞ്ഞതായി അണക്കെട്ട് വിഭാഗം അറിയിച്ചു. പൂനെ ജില്ലയിൽ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനമായി. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. മഹാരാഷ്ട്രയിലെ താനെ അടക്കം പല ജില്ലകളിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു. ബുധനാഴ്ച താനെ, പാൽഘർ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മുംബൈയിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മഹാരാഷ്ട്രയിലെ പല ഭാഗങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈയുടെ പ്രാന്തപ്രദേശങ്ങളായ താനെ, കല്യാൺ, പാൽഘർ എന്നിവിടങ്ങളിൽ ശക്തമായ മഴ ജനജീവിതം ദുസ്സഹമാക്കി. കല്യാൺ, താനെ, മുള്ളുണ്ട് എന്നിവിടങ്ങളിലെ ഒട്ടേറെ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി. കൊളാപൂരിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായതിനാൽ സംസ്ഥാന പാതകളും പൂനെ ബംഗളൂരു ഹൈവേയിലേക്കുള്ള പാതയും അടച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.